2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ ഒരു സമരപ്പന്തലിലെത്തിയിരുന്നു. അത് ആശാ വർക്കർമാരുടെ സമരപ്പന്തലായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റിന്റെ കൃത്യമായ വാഗ്ദാനം നടപ്പിലാക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ ആശാ വർക്കർമാർക്ക് അനുവദിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എടുത്തുമാറ്റി. ഇത് അവർക്ക് വലിയൊരു ആശ്വാസകരമാണ്. വാർത്ത കേട്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ തെരുവിൽ കിടന്ന് സമരം ചെയ്ത പോലീസുകാരുടെ അടിയും കൊണ്ട് അത്രയും വേദനിച്ചവരായിരുന്നു ആശാ വർക്കർമാരെന്ന് പറയുന്നത്. ഇന്ന് അവർക്ക് ഈ ഒരു UDF സർക്കാർ വന്നപ്പോൾ കൃത്യമായൊരു നീതി ലഭിച്ചിരിക്കുകയാണ്, അല്ലേ? അതെ. 2018 മുൻ സർക്കാരായിരുന്നു ആശാ വർക്കർമാർക്ക് ഈ 10 മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ആ 10 മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷൻ, ഗർഭകാല പരിചരണവും പരിശോധനകളും കൃത്യമായിട്ട് നോക്കുക, സ്ഥാപനങ്ങളിലെ പ്രസവം ഉറപ്പാക്കൽ, നവജാത ശിശുക്കളുടെ ഭവന സന്ദർശനം, സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ്, കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ, വാർഡ് തല ആരോഗ്യ കമ്മിറ്റി യോഗങ്ങൾ, മാസാന്തര റിപ്പോർട്ടിങ്ങും യോഗങ്ങളും, പകർച്ചവ്യാധി പ്രതിരോധവും വിവരശേഖരണവും, മറ്റ് ദേശീയ ആരോഗ്യ പദ്ധതി പങ്കാളിത്തം. ഇങ്ങനെ 10 മാനദണ്ഡങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഇത് കൃത്യമായിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ ആശാ വർക്കർമാർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരുന്ന ശമ്പളത്തിൽ നിന്നും അത് കുറച്ച് മാത്രമേ നൽകുകയുള്ളൂ, അത്ര മാത്രമേ നൽകുകയുള്ളൂ എന്നായിരുന്നു. നമുക്കറിയാം, നേരത്തെ ആശാ വർക്കർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 6000-7000 കുറച്ച് കുറവായിരുന്നു, 10,000 താഴെയായിരുന്നു. അപ്പോഴായിരുന്നു ഈ ആശാ വർക്കർമാർ തൻ്റെ ശമ്പളം 21,000 രൂപയാക്കണമെന്ന് പറഞ്ഞ് തെരുവിൽ കിടന്ന് സമരം നടത്തിയിരുന്നത്. അതിന് ആരും മുന്നോട്ട് വരിക, അതിനെ നോക്കാനും ഒന്നും മുൻ സർക്കാർ കാണിച്ചില്ല. അതുകൊണ്ട് അവർക്ക് തോൽവി, ഇത്ര LDF തോൽവിക്ക് മെയിൻ കാരണവും കൂടെ ഇതായിരുന്നു, ഈ ആശാ വർക്കർമാരുടെ കാര്യം കൂടെ ആയിരുന്നു. അന്നായിരുന്നു ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നു. അവരുടെ ആദ്യമായി 12,000 രൂപയാക്കി മാറ്റി. എന്നിട്ടും ഈ ഓണറേറിയത്തിന്റെ കാര്യം മുന്നിലുണ്ടായിരുന്നു. ഈ 10 മാനദണ്ഡങ്ങൾ കുറച്ചാൽ ഈ 12,000 നിന്നും കുറച്ച് അവർക്ക് മാത്രമേ കിട്ടൂ. അതാണ് ഇന്ന് സർക്കാർ പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുന്നത്. ഇനി അവർക്ക് ഈ മാനദണ്ഡങ്ങൾ അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കൃത്യം 12,000 രൂപ തന്നെ അവർക്ക് മാസം ലഭിക്കും എന്നാണ്. അതൊരു വലിയ ആശ്വാസം. സാധാരണ നമുക്കറിയാം, ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് വലിയ പണക്കാരൊന്നുമല്ല, സാധാരണ വീട്ടിലെ സാധാരണ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് ഈ ഒരു 12,000 രൂപ കൃത്യം മാസം കിട്ടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇപ്പൊ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ചിലർക്കൊന്നും താല്പര്യമില്ലാതെ മടി കാണിക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ മാനദണ്ഡങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ചിലപ്പോൾ അവർ മടി കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ശമ്പളം കട്ട് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുമ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ അത് താഴെ ഘടനയിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യ പദ്ധതികൾ താഴെ ഘടനയിലേക്ക് എങ്ങനെ എത്തുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? അതിന് കൃത്യമായിട്ട് ഇപ്പം ഈ ഇത്രയും മാനദണ്ഡങ്ങൾ എടുത്ത് കളയുമ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ 10 മാനദണ്ഡങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി നോക്കേണ്ട പ്രവർത്തനങ്ങളാണ്. അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് നല്ല പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും മുൻ സർക്കാർ അല്ലെങ്കിൽ എടുത്ത് കളയാനൊരു ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ UDF സർക്കാരാണെങ്കിൽ ഇപ്പോഴാണല്ലോ എടുത്ത് കളയാനുള്ള ഇത്. അപ്പം ഇപ്പോൾ ഒരു വ്യക്തി അത് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇത് കാരണം കാണിച്ചുകൊണ്ടായിരിക്കണം അതെന്തുകൊണ്ട് ചെയ്തില്ല, അതെന്തുകൊണ്ട് കൃത്യമായിട്ട് കാണിച്ചില്ല എന്നുള്ള ഇത് കാണിച്ചിട്ട് വേണം അവിടെ ചെയ്യാൻ. അല്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാൾ ചെയ്യണം. അതിനും കൃത്യമായിട്ടൊരു ഇത് ഉണ്ടാക്കണം സർക്കാർ. അല്ലാതെ അവരുടെ ഇത് നോക്കി മാനദണ്ഡങ്ങൾ എടുത്ത് കളഞ്ഞ്, പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക്, മറ്റു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആവരുത്. അതും വിഷ്ണു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതെ, മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുമ്പോൾ അതാണ് അവരിലേക്ക് വരുന്നൊരു എന്ന് പറഞ്ഞാൽ, അപ്പോൾ കുറെ പേര്, നമുക്ക് എല്ലാവരും ഇതാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അവർക്കൊരു വലിയ ആശ്വാസമാണ്, അല്ലേ? ഒരുപാട് ഇപ്പോൾ അവർക്ക് ആകെ കിട്ടുന്ന പൈസയിൽ നിന്ന് തന്നെ പ്രധാനമായി അവർ സമരം ചെയ്തത് എന്ന് പറയുന്നത് ശമ്പള വർധനവിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ മാനദണ്ഡങ്ങളും കൂടി എടുത്തു മാറ്റണം, അങ്ങനെ കൃത്യമായ കാര്യം പറഞ്ഞു. 2025 അവർ ഫെബ്രുവരിയിലാണ് അവർ സമരം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ സമരം ചെയ്ത് ആ സമരത്തെ കാണാതെ പോയ പിണറായി വിജയൻ സർക്കാർ പിന്നീട് പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അത് 33 സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ ഒരു എഫക്റ്റ് നന്നായിട്ട് LDFന്റെ പരാജയത്തിൽ വന്നിട്ടുണ്ട്, അല്ലേ?
അത് തീർച്ചയായും നമ്മൾ ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും നമ്മളുടെ ആശാവർക്കർ വീട്ടിൽ വരുന്നവരെ നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല പരിചയമുള്ളവരായിരിക്കും. അപ്പം അവരുടെ ദുരിതം കണ്ടു കഴിയുമ്പോൾ നമ്മളാണെങ്കിലോ അത് പാവങ്ങൾ അത്രയും ജോലി ചെയ്യുന്നതല്ലേ, അവർക്ക് അത്രയും രൂപ സാലറി കുറച്ച് കിട്ടുമ്പോൾ അവർക്ക് അതിനുവേണ്ടി അല്ലെങ്കിൽ സമരത്തിന് മുന്നിട്ടിറങ്ങി തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അവർ ആ തെരുവിൽ കിടന്നപ്പോൾ ഒരു നോക്കുക പോലും ചെയ്തില്ല. ഒരു മന്ത്രിമാരും എവിടെയൊക്കെ ചെന്നില്ല. ആ VD സതീശൻ ഇപ്പം മുമ്പേ പറഞ്ഞിരുന്നു, പ്രചാരണ സമയത്ത് VD സതീശൻ ചെന്ന് അവർക്ക് വാക്ക് നൽകി. ഇപ്പോൾ ആ വാക്ക് പാലിച്ചു. ചിലപ്പോൾ 5 വർഷത്തിനുള്ളിൽ അത് 21,000 രൂപ അവർ പറഞ്ഞത് ചിലപ്പോൾ 21,000 ആക്കും. അപ്പൊ ഈ മാനദണ്ഡങ്ങളുടെ ഇത് എടുത്ത് കളഞ്ഞ് അവർക്ക് 12,000 രൂപയാക്കിയതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങൾ അവർ പാലിക്കാനും അവർ ആശാവർക്ക് അപ്പൊ ഇത്രയും സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരും അതിനൊത്ത് ഇത് നൽകുക എന്നത് എനിക്ക് പറയാം. ഞാനും ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ സമരപ്പന്തലിൽ ചെന്ന് പറയുകയാണ്, ആദ്യത്തെ സമ്മേളനത്തിൽ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ നിങ്ങളുടെ ഓണറേറിയം കൂട്ടിത്തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ് VD സതീശൻ സർക്കാർ എന്ന് പറയുന്നത്. അവർ ആദ്യ സമരപ്പന്തലിൽ ചെന്നു, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ജൂൺ 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഓണറേറിയം ഉറപ്പായിരിക്കും 12,000 ആക്കി കൊടുത്തു, 3,000 കൂട്ടി കൊടുത്തു എന്നുള്ളതാണ്. അത്രയും വർദ്ധിപ്പിച്ചു. ആ സർക്കാർ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാക്ക് പാലിക്കുന്ന സർക്കാർ എന്ന് പറയുന്നതാണ്. ഇപ്പൊ അവർക്ക് ഇത് അവരുടെ മാനദണ്ഡങ്ങൾ എടുത്ത് മാറ്റി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ VD സതീശൻ സർക്കാർ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇപ്പോഴും വിമർശനമാണ് എന്നിട്ടും ആളുകൾ ഉന്നയിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാവും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ആശാവർക്കർമാരും എല്ലാം തെരുവിലുണ്ടായിരുന്നു. ഇപ്പൊ അവരില്ല. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തെരുവിൽ കിടന്നവരായിരുന്നു PSC സമരവുമായി ബന്ധപ്പെട്ട് കിടന്നവർ. അവരിപ്പോഴും കിടക്കുന്നുണ്ട്. അവർക്കും കൃത്യമായ നടപടി എടുക്കും, അവർക്കും വേണ്ട വിധത്തിലുള്ള നടപടി എടുക്കും എന്നുള്ളതാണ് VD സതീശൻ സർക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ തെരുവിൽ കിടക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ തെരുവിൽ കിടന്ന് സമരം ചെയ്തവരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും പിണറായി വിജയൻ സർക്കാരിന്റെ പരാജയത്തിന് ഉണ്ടായിരുന്നു, നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഇവർക്കിത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് നമുക്കറിയാത്ത ആശാവർക്കർമാരുണ്ടാവില്ല ഒരു വീട്ടിൽ. അല്ലെങ്കിൽ എത്രത്തോളം സ്ത്രീകളാണ് അതിൽ കൂടുതലും എല്ലായിടത്തും ഒരു പരിചരണവുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നതും ആരോഗ്യ പ്രവർത്തനങ്ങളായാലും. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുന്ന എല്ലാം ആശാവർക്കർമാർ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ നടപടികൾക്കും അവർ കൂടെ ഒന്നിച്ച് ഒത്തൊരുമയായിട്ടുണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരെയാണ് കഴിഞ്ഞ സർക്കാർ അവഗണിച്ചത്. എന്നാൽ ഈ സർക്കാർ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണ്ട നടപടികൾ 21,000 രൂപ ആക്കണമെന്നുള്ളതാണ്. പിന്നെ 5 ലക്ഷം അല്ലെ, അതും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉറപ്പായിട്ടും നടപ്പിലാക്കും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് VD സതീശൻ സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്.